പേടിച്ചു. അപ്പൊ ഗൈസ് നമുക്ക് വേഗം ഒരു ഗെറ്റ് റെഡി വീഡിയോ ആകാം. നമ്മുടെ ക്രിയേറ്റീവ് ഫ്രണ്ടായ സജ്നയുടെ മാരേജ് ആണ്. അപ്പൊ സീൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 12 മണിക്കാണ് കല്യാണം. ഇപ്പൊ തന്നെ 11 മണിയായി. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാം. മോയ്സ്ചറൈസർ ഒന്നും കാണുന്നില്ല, എവിടെയാണാവോ? സൺസ്ക്രീൻ ഇടാന്നായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ഒക്കെ ഏതാ യൂസ് ചെയ്യണേന്ന് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ എടുക്കണം എന്നുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് അത് ആവൂന്ന് തോന്നുന്നില്ല. എടാ അർച്ചനയാണ് വിളിച്ചത്. അവളിപ്പൊ തന്നെ റെഡി ആയിരുന്നു. കെ ബ്യൂട്ടിയുടെ കൺസീലർ ആണ് കൊടുത്തിരിക്കുന്നത്. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഇതും കെ ബ്യൂട്ടിയുടെ തന്നെയാണ്. കൺസീലർ കെ ബ്യൂട്ടി, ഫൗണ്ടേഷൻ കെ ബ്യൂട്ടി, പ്രൈമർ, ബ്ലഷ്, ലിപ്സ്റ്റിക്കും കൂടെ. ഇതെല്ലാം കെ ബ്യൂട്ടിയാണ്. ഐഷാഡോ കണ്ണെഴുതാൻ ഞാനൊരു മിടിക്കുകയാണ്. കുറച്ച് ലൂസ് പൗഡർ ഇടാം. കോള് വന്നോണ്ടേ ഇരിക്കുന്നു, എനിക്ക് പേടിയാവുന്നു. ഇനി എന്താ ബ്ലഷ് ചോന്നിരിക്കട്ടെ. ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫേസ് സ്കാനറിന്റെ ആണിത്. ലിപ്സ്റ്റിക് ഇടാം. കെ ബ്യൂട്ടിയുടെ തന്നെ റാപ്പ് അപ്പ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. അടിപൊളി ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഷെയ്ഡാണ്. ഞാൻ ഓൺലൈൻ നോക്കിയിട്ടും ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ കുത്തിയെടുത്ത് ഉപയോഗിക്കുന്നു. ഫേസ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്രൈഡ് ചെയ്ത് തന്ന കോസ്റ്റ്യൂം ആണ്. സോ ഗൈസ്, ഹിയർ ഇസ് ദ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? അപ്പൊ ഞാനിത് മോളിൽ കൊടുത്തിട്ട് സജ്നയുടെ മന്ദാര ക്ലോത്തിങ് ചെയ്ത് തന്നാണ്. ഹെയർ കോൾ ചെയ്തിടാന്നാണ് ഗൈസ് വിചാരിച്ചേക്കണത്. ഈ പ്രൊഡക്റ്റിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിലും മെൻഷൻ ചെയ്തേക്കാം. ഇവിടെ ഒരു വാച്ച് ആയിക്കോട്ടെ, മതി. സെവാനേന്ന് കുറച്ച് റിങ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഗോൾഡൻ റിങ്സ് കൊഞ്ചം മോറ തെരീതല്ലേ, മതി. ഈ ഒരു ബെൽറ്റ് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യാന്ന് വിചാരിച്ചു. ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. അപ്പൊ ഗൈസ്, ഞാൻ പ്രോഡക്റ്റിന്റെ ലിങ്ക് എല്ലാം മെൻഷൻ ചെയ്തേക്കാം. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ പോവാം.